നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറി മുഖം ബ്രൈറ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ നല്ല യങ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ടും നമ്മുടെ മുഖം നല്ല തിളക്കത്തോടെ ഇരിക്കാനും സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇതാദ്യം സ്കിപ്പ് ചെയ്യില്ലേ, അത്രയ്ക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പം നമ്മുടെ മുഖം ഒരു 30-ന് ശേഷം, ചില ആൾക്കാർക്ക് 30-ന് ശേഷമൊക്കെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ, കരിവാളിപ്പും കണ്ണിൻ്റെ ഡാർക്കും ഒക്കെ തുടങ്ങും. അതുപോലെ തന്നെ ഒരു 40 വയസ്സിന് ശേഷം നമുക്ക് ഹോർമോണിൽ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുകയും അതുപോലെ തന്നെ കൊളോജിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. അതായത് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും, കണ്ണടിയിൽ കറുപ്പുണ്ടാകും, റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാനായിട്ടും നമുക്കൊരു ഏജ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറഞ്ഞു വരാനായിട്ടും സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പായ്ക്കാണ്. അപ്പോൾ ഇത് ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബ്രൈറ്റനിങ് സ്കിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തിളക്കമുള്ളൊരു ചർമ്മവും കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇതുപോലുള്ള ഫേസ് പായ്ക്കുകളൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം ടൈറ്റായിട്ടും നല്ല യങ് ആയിട്ടും നല്ല തിളക്കത്തോട് തന്നെ ഇരിക്കുകയും ചെയ്യും. അതിനായിട്ട് നമുക്ക് വേണ്ട സാധനം ഫ്ലാക്സ് സീഡാണ്. ഇത് നമ്മൾ പലചരക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു ഫ്ലാക്സ് സീഡ് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് മാറ്റി വെക്കാം. അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഒറ്റ യൂസിൽ തന്നെയാണ് അടിപൊളി റിസൾട്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തിൻ്റെ മാറ്റം നിങ്ങൾ കണ്ടു തന്നെ അറിയണം. അത്രയ്ക്ക് പവർഫുൾ റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്തിട്ട് ചെറു തീയിൽ നല്ലപോലെ പാൻ ചൂടായി കഴിയുമ്പോഴത്തേനും തീ കുറച്ച് വെക്കണം. ചെറു തീയിലൊന്ന് വറക്കുകയല്ല ചെയ്യുന്ന, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ വറക്കരുത്, ഫ്രൈ ചെയ്യുകയോ വറക്കുകയോ ഒന്നും ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതായത് നമ്മൾ ഈ ഒരു ഫ്ലാക്സ് സീഡ് പൊട്ടുന്ന സമയമൊന്നും വരെ വെക്കണ്ട. ഇത് നല്ലതായിട്ടൊന്ന് ചൂടാക്കുക, അത്രമാത്രം. നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ പൊടിക്കാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കത്തില്ലേ, അതേപോലെ ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഒരിക്കലും നിങ്ങൾ കരിച്ചു പുകച്ചെടുക്കരുത്. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ് നമ്മുടെ സ്കിന്നിലെ ഇലാസ്റ്റികത നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായിട്ടും നല്ലൊരു തിളക്കമുള്ള ചർമ്മം കിട്ടാനായിട്ടും അതുപോലെ തന്നെ നല്ലൊരു യുവത്വം നിലനിർത്താനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ലാക്സ് സീഡ്. അപ്പോൾ ഇത് നമ്മൾ പല രീതിയിൽ നമുക്ക് ഫേസ് പായ്ക്കായിട്ട് ഉപയോഗിക്കാം, ഫേസ് ജെല്ലായിട്ട് ഉപയോഗിക്കാം, പല ടൈപ്പിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഞാനൊരു ഫേസ് പായ്ക്കായിട്ടാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നും ഉണ്ടാക്കണ്ട. അതായത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളത്തിന് ഉപയോഗിക്കാം, യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട്, ഉണക്ക ജാറ്, വെള്ളമയമൊന്നുമില്ലാത്ത ജാറിൽ വേണം ഒന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യണം. കാരണം നമ്മുടെ സ്കിന്നിനെ നല്ല ടൈറ്റ് ആക്കാനായിട്ട്, നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആകുമ്പോഴാണല്ലോ നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസ് ഒക്കെ കുറയുന്നത്, റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ കുറഞ്ഞു വരുന്നത്. അപ്പം ക്രമേണ നമ്മുടെ സ്കിന്നിലെ ഇലാസ്റ്റികത നഷ്ടപ്പെടാതിരിക്കും ഈ ഒരു പായ്ക്ക് ഇടുന്നത് മൂലം. നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കവും കിട്ടും. അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് പൂർണ്ണമായിട്ടും മാറും. അത്രയ്ക്ക് റിസൾട്ടാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അന്നേരം തന്നെ ചെയ്തു നോക്കുക കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. ഏത് സ്കിന്നുകാർക്കും ശരി, ഇന്ന സ്കിന്നെന്നുള്ള എല്ലാ സ്കിന്നുകാർക്കും ഓൾ ടൈപ്പ് സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് പൊടിച്ചതിന് ശേഷം നല്ലതായിട്ട് ചെറിയ കണ്ണിയുള്ള അരിപ്പയിൽ ഒരു പേപ്പറിലോട്ട് ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുക. ബാക്കി നമ്മൾ അരിച്ചെടുത്തതിൻ്റെ ബാക്കിയുള്ള തരിതരിപ്പായിട്ടുള്ള ആ ഒരു കൂട്ട് നമുക്ക് സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം. അതൊരു കാറ്റ് കയറാതെ ഒരു ഗ്ലാസ് ബൗളിനകത്ത് ഇട്ട് വെച്ചിട്ട് അതും നമുക്ക് ഒരു സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് കുറച്ച് അരിപ്പൊടിയും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് തക്കാളി നീരോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ കൊളോജിൻ്റെ ലെവൽ കൂട്ടാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ഇലാസ്റ്റിക് നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ടും റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ക്രമേണ കുറഞ്ഞ് നമ്മുടെ മുഖം നല്ല യങ് ആയിട്ട് തീരാനായിട്ട് സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പായ്ക്കാണ്. ഇനി നമുക്ക് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ്, ഒരു ഹാഫ് ബീട്രൂട്ടിൻ്റെ പകുതി മതി, അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് എടുത്തേക്കുന്നത്. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മാത്രം മതി. അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് നമ്മുടെ മുഖത്തെ ബ്രൈറ്റ്നെസ് കൂട്ടാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ റിങ്കിൾസൊക്കെ കുറയ്ക്കാനായിട്ടും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറാനായിട്ടും മുഖത്തിന് നല്ലൊരു കളർ കിട്ടാനായിട്ട്, ഈവൻ ടോൺ സ്കിന്ന് കിട്ടാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കേട്ടോ. ഇനിയും നമുക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. ഈ കോൺഫ്ലവർ നമ്മുടെ സ്കിന്നിനെ ടൈറ്റാക്കി നിർത്തും. എപ്പോഴും നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാതിരിക്കാനായിട്ട്, ടൈറ്റനിങ് കൊടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൺ പ്രൊട്ടക്ഷന് വേണ്ടി ഒരുപാട് നല്ലതാണ്. കാരണം
സണ്ണിൽ നിന്നുള്ള സൂര്യരശ്മികളൊക്കെ നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ടാനൊക്കെ നന്നായിട്ട് മാറി കിട്ടാനായിട്ട്, അതിനെയൊക്കെ ഒന്ന് അത് വരാതിരിക്കാനായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കോൺഫ്ലവർ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കിന്നിന് നല്ല ടൈറ്റനായിട്ട് നിർത്താനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ പൊടി പൊടിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ആവശ്യമുള്ള പൊടി എടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ മതി നമുക്ക് മുഖത്തും കഴുത്തിലൊക്കെ തേക്കാൻ വേണ്ടി. അതിനകത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹണിയാണ് വേണ്ടത്. അപ്പോൾ ഹണി നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക, നല്ല രീതിയിലുള്ള റിങ്കിൾസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. നല്ലൊരു മോയ്സ്ചറൈസറാണ്. എപ്പോഴും നമ്മുടെ ചർമ്മം ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. നമ്മുടെ മുഖചർമ്മം ഈർപ്പം നിലനിർത്തി പോയാൽ തന്നെ റിങ്കിൾസൊക്കെ വളരെയധികം കുറയുന്നതായിരിക്കും. അതായത് നമ്മുടെ ഡ്രൈ സ്കിന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലതാണ് ഹണി യൂസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ പ്രായമായിരിക്കുന്നതല്ല കാര്യം, നമ്മുടെ മുഖം നല്ല രീതിയിൽ യങ്ങായിട്ടിരിക്കും എന്നുള്ളതാണ് കാര്യം. ഒരുപാട് റിങ്കിൾസ് ഒന്നും ഇല്ലാതെ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ തേന്. തേനിന് ഒരുപാട് ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ തേൻ മാത്രം നമ്മുടെ ഫേസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇടയ്ക്കൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ്. ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിക്കുമ്പം നമുക്കത് മിക്സ് ചെയ്യാനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രം എടുക്കുക. അതായത് നമുക്കൊരു പായ്ക്കിടാനുള്ള ആ ഒരു പായ്ക്കിൻ്റെ രൂപേണ മിക്സ് ചെയ്യാനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖം നല്ലതായിട്ടൊന്ന് ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക. ഏതെങ്കിലും നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യണം. അതിനുശേഷം മാത്രമാണ് നമ്മളൊരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടാണ് നേരത്തെ തന്നെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ട് ഫേസ് വാഷിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും വീഡിയോയിൽ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫേസ് വാഷും മോയ്സ്ചറൈസറും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫേസ് വാഷിൻ്റെ ഇത് ടാഗ് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്താൽ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ വരും. ഫേസ് വാഷ് വരും, ഷാമ്പൂ വരും, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ വരും, ഇതൊക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഫേസിൽ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഫേസിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, ഇത് ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടിലും ഇടണം. ഫേസിൽ നെക്കിൽ നന്നായിട്ട് കവർ ചെയ്തിടണം. ചിലവർക്ക് കഴുത്തിൻ്റെ അവിടെ ചുളിവൊക്കെ കാണില്ല, അതൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ, ഞാൻ വെറുതെ പറയുകയല്ല. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പായ്ക്കാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വലിഞ്ഞു കിട്ടും. നമുക്ക് ഈ ഒരു കോൺഫ്ലവറും ഫ്ലാക്സ് സീഡും ഒക്കെ നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് നല്ലതായിട്ട് അബ്സോർവ് ആയിട്ട് നല്ലൊരു ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു സമയത്ത് മാത്രമേ ഇത് റിമൂവ് ചെയ്യാവുള്ളൂ. ഇത് നമ്മൾ റിമൂവ് ചെയ്യേണ്ട സമയമെന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു 20 മിനിറ്റെങ്കിലും കഴിയും. മഴക്കാലം ആയതുകൊണ്ട് ഒരു 20 മിനിറ്റെങ്കിലും കഴിഞ്ഞാലേ നമ്മുടെ ഫേസിൽ ഉണങ്ങി കിട്ടത്തുള്ളൂ. ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. പക്ഷേ ഒരു ഓയിലി സ്കിന്നുകാർക്ക് ഇത്തിരി താമസം വരും. എൻ്റെ ഒരു ചെറിയൊരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് താമസം വന്ന് ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ അതെല്ലാവരും നോക്കണം. നല്ല രീതിയിൽ ഫേസിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് റിമൂവ് ചെയ്യാവുള്ളൂ. ഇത് റിമൂവ് ചെയ്യുന്നത് വെറുതെ അല്ല, നമ്മൾ പെട്ടെന്ന് ഓടി വന്ന് തുടയ്ക്കരുത്. ചെറു ചൂടുവെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം ചെറിയൊരു സ്പ്രേയറിനകത്താക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ടാണ് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ നിങ്ങളെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി മസാജ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് തുടച്ച് കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഈ തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഭാഗം നോക്കി, ഒരു വൺ സൈഡ് നല്ല തിളക്കമാണ്. നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണ്ടാൽ ആ സമയത്ത് മനസ്സിലാകത്തുള്ളൂ, അതുപോലെ നല്ല തിളക്കമായിരുന്നു എൻ്റെ ചർമ്മത്തിന്. നല്ലൊരു ബ്രൈറ്റ്നെസ്, നമ്മുടെ ആ മുഖത്തെ ഫുൾ ടാനും നന്നായിട്ട് മാറി, മുഖം നല്ലതായിട്ട് വെളുത്തു വന്നു. കാരണം ഈ ഒരു പായ്ക്കൊക്കെ നമ്മൾ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കും. നമുക്ക് അതിൻ്റെ പുറത്തോട്ടൊന്ന് മേക്കപ്പൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പം നിങ്ങളിത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് തുടച്ച് നന്നായിട്ട് മാറ്റി ബാക്കി മുഖം ഒന്ന് കഴുകിയതിന് ശേഷം നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. ഇത് നിങ്ങൾ ആഴ്ചയിൽ 3 വട്ടം മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ സ്കിന്ന് ഒരു മാസം കൊണ്ട് നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിയിൽ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ മുഖത്തെ കരിവാളിപ്പ് കുറഞ്ഞു വരും. ഇതെല്ലാം നല്ല മാറ്റം ഉണ്ടാകും നിങ്ങൾക്ക്. അതെല്ലാം നിങ്ങൾക്ക് പതിയെ മനസ്സിലാക്കാൻ തുടങ്ങും. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.